മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ നിന്ന് മുമ്പ് വായിച്ച പേജാണ് ഒന്നുകൂടി വായിക്കുന്നു. തങ്ങളുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരു ധനശാസ്ത്ര വിദഗ്ധൻ അക്കാലത്ത് എൻ്റെ സാമീപ്യം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അസൂയാലുവായ ഒരു പ്രേമവാചനം അദ്ദേഹത്തിന് കൽക്കത്തയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ സ്വാധീന ശക്തി ഉപയോഗപ്പെടുത്തി അദ്ദേഹം ദാസേട്ടനെ ഡൽഹിയിലേക്ക് മാറ്റി. തൻ്റെ ഭാവി മെച്ചപ്പെടുമെന്ന് മാത്രമേ ദാസേട്ടൻ ആ ഘട്ടത്തിൽ കരുതിയുള്ളൂ. കൽക്കത്തയിലെ വീട്ടിലെ വിശാലങ്ങളായ മുറികളിൽ ജീവിച്ചു പരിചയിച്ച ഞങ്ങൾക്ക് ഡൽഹിയിലെ താമസ സ്ഥലം ഒരു കാരാഗൃഹമായി തോന്നി. രാവിലെ 1 മണിക്കൂർ നേരം മാത്രം പൈപ്പുകളിൽ വെള്ളം ഒഴുകി. അതിനുശേഷം ഒരൊറ്റ തുള്ളി വെള്ളമില്ല. എന്നും കുളിച്ച് ശീലിച്ചിരുന്ന എൻ്റെ തലമുടിയുടെ തിളക്കം മങ്ങി. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ വീട്ടു സാമാനങ്ങൾ ഡൽഹിയിലേക്ക് എത്തിയത് പകുതിയും പൊട്ടിയും പൊളിഞ്ഞുമാണ്. കൊല്ലത്തിൻ്റെ അവസാന ഭാഗത്തിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കുവാനും ഞങ്ങൾക്ക് പലരുടെയും മുമ്പിലും തലകുനിക്കേണ്ടി വന്നു. ഡൽഹിയിലെത്തിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ എനിക്കൊരു കമ്പി കിട്ടി. അച്ഛനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്നും ഞാൻ ഉടനെ കോഴിക്കോട്ടേക്ക് ചെല്ലണമെന്നുമായിരുന്നു അതിൻ്റെ സന്ദേശം. അച്ഛൻ എൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അടിത്തൂണായിരുന്നു. എന്തു പറ്റിയാൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ എനിക്കൊരു അഭയം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ പിറ്റേ ദിവസം വിമാനം കയറി മദ്രാസിലെത്തിയപ്പോൾ തന്നെ നേരം ഇരുട്ടിയിരുന്നു. ടാക്സി പിടിച്ച് ധൃതിയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ 2ാം വിസിലും കാത്ത് വണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് മാത്രം മേടിച്ച് ഞാൻ ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി. പിറ്റേ ദിവസം രാവിലെ വീട്ടിലെത്തിയപ്പോൾ മുകളിലെ ഇടനാഴിയിൽ അച്ഛൻ മയങ്ങിക്കിടക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ അച്ഛൻ കരഞ്ഞു. ജീവൻ കൊടുത്തും അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. അന്ന് അച്ഛൻ്റെ 4 മക്കളും കോഴിക്കോട്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനും അനുജനും ജോലിയുണ്ടായിരുന്നു. അനുജത്തി പഠിക്കുകയായിരുന്നു. അമ്മയാണെങ്കിൽ സംഭ്രമം കൊണ്ട് ക്ഷീണിതയായി കാണപ്പെട്ടു. അതുകൊണ്ട് അച്ഛന് ദീനം മാറുന്നതുവരെ അവിടെ താമസിക്കുവാനും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനും ഞാൻ തീരുമാനിച്ചു. ഇടനാഴിക്കപ്പുറം ഒരു ടെറസായിരുന്നു. അവിടെ വരിവരിയായി മെത്തകൾ വിരിച്ചു ഞങ്ങളെല്ലാവരും കിടന്നു. അച്ഛൻ്റെ കട്ടിലിന് താഴെ നിലത്ത് ഒരു മെത്ത വിരിച്ച് അമ്മയോ ഞാനോ